ഹലോ ഓൾ, സി-മെഡിടെക് ഓൺലൈൻ അക്കാഡമിയിലേക്ക് സ്വാഗതം. എന്നാൽ ഞാൻ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എല്ലാവർക്കും അറിയാം, പുതിയ PSC വിളിച്ചിട്ടുണ്ട്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ്റെ സ്പെഷ്യൽ കെയറോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റുഡൻസിനെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. എക്സാമിൻ്റെ ടൈം ആകുമ്പോഴേക്കും നമ്മൾ എല്ലാ പോർഷൻസും കവർ ചെയ്യുന്നത് കൂടാതെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും PSCയുടെ ലിസ്റ്റിൽ വരിക, ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുക എന്നതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. അപ്പം ഞാൻ ഇന്ന് അതിന് വേണ്ടിയിട്ടൊരു ഡെമോ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് നമുക്ക് നോക്കിയാലോ. ക്രയോ പ്രസിപ്പിറ്റേറ്റ്, insoluble portion of plasma remaining after the FFP has been thawed under controlled condition. അതായത് ഒരു കണ്ടീഷനിൽ നമ്മൾ കുറച്ച് ക്ലാസ്സുകൾക്ക് മുമ്പ് നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ പഠിച്ചല്ലേ. ഈ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയിൽ നമ്മൾ അതിനെ തോ ചെയ്തുകൊണ്ട് ഒരു ഇൻസോലുബിൾ പോർഷൻ ഓഫ് പ്ലാസ്മനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയിൽ പറഞ്ഞ പോലെ തന്നെ വരും. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്കറിയാം, ഇൻസോലുബിൾ പോർഷൻ ഓഫ് പ്ലാസ്മ റിമൈനിങ് ആഫ്റ്റർ ദ FFP ഹാസ് ബീൻ തോഡ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ. നമുക്കതൊന്ന് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അത് കണ്ടെയ്ൻസ്, അതിനകത്ത് എന്തൊക്കെയുണ്ട്, അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്തൊക്കെയാണ് ക്രയോ പ്രസിപ്പിറ്റേറ്റിൽ ഉള്ളത് നമുക്ക് നോക്കിയാലോ. ഫൈബ്രിനോജൻ ഉണ്ട്, ഫാക്ടർ 8 ഉണ്ട്, ഫാക്ടർ 13 ഉണ്ട്, അതുപോലെ വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ. ഏതൊക്കെയുണ്ട്? ഫൈബ്രിനോജൻ, ഫാക്ടർ 8, ഫാക്ടർ 13, വോൺ വില്ലിബ്രാൻഡ് ഫാക്ടർ. നമുക്കിനി അതിൻ്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഹോൾ ബ്ലഡ് കളക്ട് ചെയ്തു. നമ്മൾ മറ്റേ ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മ എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്തത്? അത് കഴിഞ്ഞിട്ട് അത് 6 to 8 hours നമ്മൾ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്ത് ആ പ്ലാസ്മ -20 ഡിഗ്രി സെൽഷ്യസിൽ അല്ലെങ്കിൽ ബിലോ ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റോർ ചെയ്യുമായിരുന്നു ചെയ്തത്. അങ്ങനെ അപ്പ് ടു 12 months എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള പ്ലാസ്മേനെ. അപ്പോൾ FFP വരെയുള്ള പ്രൊസീജിയർ മനസ്സിലായല്ലോ. അപ്പം നെക്സ്റ്റ് ഈ FFP എന്താണ്? നമ്മൾ 4 ഡിഗ്രി സെൽഷ്യസിൽ ഒരു തോയിങ് വാട്ടർ ബാത്ത് യൂസ് ചെയ്തുകൊണ്ട് തോ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ഓവർനൈറ്റ് തോയിങ് നടന്നു കഴിയുമ്പോൾ പ്ലാസ്മ പ്രോട്ടീൻ്റെ പ്രസിപ്പിറ്റേഷൻ അവിടെ നടക്കും. ഓവർനൈറ്റ് തോയിങ് നടക്കുമ്പോൾ അവിടെയുള്ള പ്ലാസ്മ പ്രോട്ടീൻസ് എന്ത് ചെയ്യും? പ്രസിപ്പിറ്റേറ്റഡ് ആവും. അതിനകത്ത് എന്തുണ്ട്? ഫാക്ടർ 8 റിച്ച് ആയിരിക്കും. ഒരു വൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണ് ഈ ഫാക്ടർ 8 കാണുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാഗ് റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യും? അതിനെ നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യും. ലൈറ്റ് സ്പിന്നും ഉണ്ട്, ഹെവി സ്പിന്നും ഉണ്ട്. ലൈറ്റ് സ്പിൻ ആണെങ്കിൽ എന്താണ്? ക്രയോ പോർ പ്ലാസ്മ കിട്ടും. ഹെവി സ്പിന്ന് 5000 Gയിൽ 4 ഡിഗ്രി സെൽഷ്യസ് 5 minutes നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുവാണെങ്കിൽ ക്രയോ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് സ്റ്റോർ ചെയ്യുന്നത് -20 ഡിഗ്രി സെൽഷ്യസിലോ അല്ലെങ്കിൽ അതിൽ ലോവർ ടെമ്പറേച്ചറിലോ ആയിരിക്കും. അപ് ടു 12 months വരെ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ഒരു ചോദ്യം, ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണെന്ന് ചോദിക്കാം. പിന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. പിന്നെ ഇത് എന്തിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഫ്രഷ് ഫ്രോസൺ പ്ലാസ്മയിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്രയോ പ്രസിപ്പിറ്റേറ്റ് എന്താണ് റിച്ച് ആയിട്ടുള്ളത്? ഫാക്ടർ 8 ആണ്. അതെങ്ങനെയാണ് കാണുന്നത്? വൈറ്റ് ഫ്ലേക്സ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി അതിന്റെ കോമ്പോസിഷൻ നമുക്കൊന്ന് നോക്കാം. വോളിയം എന്ന് പറയുന്നത് ഏകദേശം 10 to 15 ml ആണ് വരുന്നത്. ഫാക്ടർ 8 80 to 100 units പെർ കോൺസെൻട്രേഷനിലോട്ടായിരിക്കും. അതുപോലെ ഫൈബ്രിനോജൻ 150 to 250 milligram പെർ കോൺസെൻട്രേറ്റിലായിരിക്കും ഉള്ളത്. അപ്പോൾ വോൺ വില്ലിബ്രാൻഡ് 40 to 70% ഉണ്ടായിരിക്കും. ഫൈബ്രോനെക്റ്റിൻ 55 milligram ഉണ്ടായിരിക്കും. ഫാക്ടർ 13 20 to 30% ഉണ്ടായിരിക്കും. ഇനി ഇതിന്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞത് എപ്പോഴാണ്? ഹീമോഫിലിയ എ ആന്റി ഹീമോഫിലിക് ഫാക്ടർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഫാക്ടർ 8 ആണ്. അപ്പൊ ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ, അതായത് ഹീമോഫിലിയ എയുടെ കേസിൽ നമുക്ക് ക്രയോ പ്രസിപ്പിറ്റേറ്റ് ട്രാൻസ്ഫ്യൂഷന് യൂസ് ചെയ്യാം. പിന്നെ വോൺ വില്ലിബ്രാൻഡ് ഡിസീസ്, പിന്നെ കൺജനൈറ്റൽ ഓർ അക്വയർഡ് ഫൈബ്രിനോജൻ ഡെഫിഷ്യൻസി, അതുപോലെ ഫാക്ടർ 13 ഡെഫിഷ്യൻസി, അതുപോലെ ഡിസെമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കൊയാഗുലേഷൻ ഡിസോർഡർ, അതുപോലെ മാസീവ് ട്രാൻസ്ഫ്യൂഷൻ. ഇത്രയും കേസിലൊക്കെ നമുക്ക് ഈ ക്രയോ പ്രസിപ്പിറ്റേറ്റ് യൂസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് അതിന്റെ ഡോസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. ഫാക്ടർ 8ന്റെ ഡെഫിഷ്യൻസിയിൽ യൂസ് ചെയ്യാന്ന് പറഞ്ഞല്ലേ. അത് എത്രത്തോളം ബ്ലീഡിങ് ഉണ്ടെന്നും കൂടി നമ്മൾ ആ നേച്ചർ ആൻഡ് സിവിയറിറ്റി ഓഫ് ബ്ലീഡിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിന്റെ ഡോസ് തീരുമാനിക്കുന്നത്. പിന്നെ ഓരോ യൂണിറ്റ് ഫാക്ടർ 8 ഏകദേശം 2% പ്ലാസ്മ ഫാക്ടർ 8നെ റൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഓരോ യൂണിറ്റ് ഫാക്ടർ 8 കൊടുക്കുമ്പോഴും 2%
ഫാക്ടർ 8 പ്ലാസ്മയിൽ റേസ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ 10 യൂണിറ്റ് പെർ കിലോഗ്രാമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ പ്ലാസ്മ ഫാക്ടർ 8 20% അവിടെ ഇൻക്രീസ് ആവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഡോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ക്രയോപ്രസിപ്പിറ്റേറ്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു ഓൾ.